മാന്യപ്രേക്ഷകർക്ക് റൂട്ട് സ്റ്റോറിയുടെ സഞ്ചാര സാഹിത്യത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അവതരിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് വർത്തമാന പുസ്തകം. ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് രചിച്ച മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര പുസ്തകമാണ് വർത്തമാന പുസ്തകം. യാത്രാവിവരണ പുസ്തകമാവുന്നു വർത്തമാന പുസ്തകം. കേരളത്തിലെ ഇന്നത്തെ എറണാകുളം ജില്ലയിൽ നിന്നും രണ്ട് കത്തനാർമാർ യൂറോപ്പിലേക്ക് നടത്തിയ സാഹസിക യാത്രയാണ് ഈ പുസ്തകത്തിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലയാളത്തിൽ ധാരാളം സഞ്ചാരകൃതികൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ സഞ്ചാരകൃതിയും പലപ്പോഴും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. എന്നാൽ മലയാളത്തിലെ ഏറ്റവും സുന്ദരമായ സഞ്ചാരകൃതി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എസ് കെ പൊറ്റക്കാടിൻ്റെ പേര് തന്നെയാണ് ആദ്യം പറയേണ്ടി വരിക. എസ് കെ പൊറ്റക്കാട് എഴുതിയിരിക്കുന്ന യാത്രാവിവരണങ്ങൾ, അദ്ദേഹം നടത്തിയ ആ ഒരു സഞ്ചാര രീതി, അതെല്ലാം ഇന്നത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഇന്നത്തെ പോലെ മൊബൈലോ അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ സാങ്കേതിക വിദ്യകളോ അല്ല എന്നുണ്ടെങ്കിൽ GPS സൗകര്യമോ അതല്ല, അങ്ങനെ ഒന്നും തന്നെ അന്ന് എസ് കെ പൊറ്റക്കാടിൻ്റെ സമയത്ത് അദ്ദേഹം സഞ്ചരിക്കുന്ന ആ കാലയളവിലുണ്ടായിരുന്നില്ല. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറയുന്ന ആഫ്രിക്കയിലൂടെയും അദ്ദേഹം സഞ്ചാരം നടത്തിയപ്പോൾ എത്രത്തോളം സാഹസികമായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ നിന്നും രണ്ട് പുരോഹിതന്മാർ എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള ഒരാൾ അങ്കമാലിയിൽ നിന്നും അതുപോലെ തന്നെ ഒരാൾ കോട്ടയം ജില്ലയിലുള്ള പാലയിൽ നിന്നും യാത്ര തിരിച്ച 8 വർഷം നീണ്ടു നിൽക്കുന്ന യാത്ര, 1776 മുതൽ 8 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സാഹസിക യാത്രയാണ് വർത്തമാന പുസ്തകം എന്ന ഈ കൃതിയിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുന്നത്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, അന്ന് എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നത്. അതായത് കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്ന കത്തോലിക്ക സഭയും മലങ്കര സഭയും തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ രണ്ട് വ്യക്തികൾ സഞ്ചാരത്തിന് തുടക്കമിടുന്നത്. ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവർ സഞ്ചാരം ആരംഭിക്കുന്നത്. ആ കഥകളെല്ലാം എന്താണ് തർക്കമെന്നും എന്താണ് അന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യമെന്നും ഈ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ അവസ്ഥ എന്തെല്ലാമായിരുന്നുവെന്നും എല്ലാം ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ വിവരിക്കുന്നുണ്ട്. ഈ പുസ്തകം 308 പേജാണ് ഈ പുസ്തകത്തിൻ്റെ പേജുകളുള്ളത്. 308 പേജ്. ഇത് ഇറക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ്, അതായത് ജോസഫ് പുലിക്കുന്നേൽ ഡയറക്ടറായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ്, ഓശാന മൗണ്ട് ഇടമറ്റം, കോട്ടയം, ഇവരാണ് ഈ പുസ്തകം ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതുപോലെ DC ബുക്സും ഈ പുസ്തകം ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഒരുപാട് കോപ്പികൾ വിറ്റഴിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ. ഈ വർത്തമാന പുസ്തകം എന്ന് പറയുന്ന പാറമേക്കാൽ ഗോവർണദോർ എന്ന് പറയുന്ന പുരോഹിതൻ, പാറമേക്കാൽ ഗോവർണദോർ എന്ന് പറയുന്ന ആ കത്തനാരാണ് ഈ പുസ്തകം അന്ന് കയ്യെഴുത്ത് പ്രതിയായിട്ട് എഴുതിയത്. ഈ കയ്യെഴുത്തിലൂടെയാണ് ഈ പുസ്തകം ആദ്യമായിട്ട് പ്രചരിച്ചത്. അതിനുശേഷമാണ് ഇത് അച്ചടി മഷി പുരണ്ട് ഈ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ ഈ പുസ്തകം എത്തിച്ചത്. ഇതിൻ്റെ സഞ്ചാര സാഹിത്യത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ മലയാളികൾക്ക് പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു എഴുത്താണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഒട്ടും ലളിതമല്ല ഇതിൻ്റെ ഭാഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ലളിതമല്ലാത്ത ഭാഷയിലൂടെയാണ്, കാരണം അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് പഴയകാല ചില കൃതികളിലെല്ലാം അതേ രീതിയിലുള്ള എഴുത്താണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആണ് ചില സൗന്ദര്യവൽക്കരണവും എല്ലാം നടത്തി അതിൻ്റെ ഗ്രാമറിലുള്ള ചില വ്യത്യാസങ്ങളെല്ലാം വരുത്തി ഇന്നത്തെ രീതിയിൽ കുറേ കൂടി എല്ലാവർക്കും വായിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നത്. അവർ പുറപ്പെടുന്ന ആ സമയം, അതായത് മലങ്കര സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ ഈ തർക്കത്തിനൊരു പരിഹാരം കാണുന്നതിന് വത്തിക്കാനിൽ ചെന്ന് അവിടെ മാർപ്പാപ്പയെ കാണുന്നതിന് വേണ്ടിയാണ് ഇവർ രണ്ടുപേരുടെയും യാത്ര
പ്ലാൻ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുടെ കൂടെ ഒരുപാട് അംഗങ്ങൾ അന്ന് ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നത്. പക്ഷേ അങ്ങോട്ട് പോയത് 4 പേരാണ് അങ്ങോട്ട് പോയത്. അതിൽ ഈ 2 പേരാണ് പ്രധാന കത്തനാർ. മറ്റുള്ളവർ വിദ്യാർത്ഥികളായിരുന്നു ഇവരെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതം വളരെ നല്ല രീതിയിൽ പ്രചരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അധിനിവേശ ശക്തികൾ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതിൽ കേരളത്തിൻ്റെ ഭൂരിപക്ഷം ആധിപത്യമുണ്ടായിരുന്നത് പോർട്ടുഗീസുകാർക്കായിരുന്നു. പോർട്ടുഗീസുകാരാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാരായിരുന്നു. ഫ്രഞ്ചുകാരും കയ്യിലും ഒരുപാട്, ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാരക്കൽ പോലെയുള്ള ദേശങ്ങളെല്ലാം അന്ന് ഫ്രഞ്ച് അധിനിവേശത്തിലായിരുന്നു അന്ന് പോയിരുന്നത്. ആ സമയത്താണ് ഇവരുടെ യാത്ര. ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ബദ്ധശത്രുക്കൾ തന്നെ. ക്രിസ്ത്യൻ മതം ഇവർ രണ്ടുപേരും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ചുകാരും പ്രചരിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോർട്ടുഗീസുകാരും പ്രചരിപ്പിക്കുന്നുണ്ട്. പോർട്ടുഗീസ് ഭരണാധികാരികൾ മതം പ്രചരിപ്പിക്കുക എന്നത് അവരുടെ വലിയൊരു അജണ്ടയുടെ ഭാഗം തന്നെയായി. അങ്ങനെയാണ് അന്ന് ആ സമയത്ത് ഇവിടെ പലർക്കും പോർട്ടുഗീസ് ഭാഷ അറിയാം, അതുപോലെ തന്നെ ഫ്രഞ്ച് ഭാഷ അറിയാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കത്തനാർക്ക് തന്നെ ഫ്രഞ്ച് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അറിയുമായിരുന്നു. ഇവരുടെ യാത്ര പലപ്പോഴും തടസ്സം വന്നത് ഈ ഫ്രഞ്ച് പോർട്ടുഗീസ് കാരുടെ ഈ ഒരു ചേരിപ്പോരിൻ്റെ ചില അവസ്ഥകളിൽ ചെന്ന് ഇവർ പെടുന്ന കാര്യങ്ങളെല്ലാം ഈ യാത്രാവിവരണത്തിലൂടെ പറയുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഏത് വിധേനയും യൂറോപ്പിലെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേരളത്തിൽ നിന്നും തെക്കോട്ടാണ് ആദ്യം സഞ്ചരിക്കുന്നത്. ഇന്നത്തെ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് അവരുടെ സഞ്ചാരം ആദ്യം പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം ഇവർ ഓരോ പള്ളികളിൽ കയറി അവിടെയാണ് രാത്രി കഴിച്ചു കൂട്ടുകയും ചില സ്ഥലത്ത് 1-2 ദിവസങ്ങൾ താമസിക്കുകയും അവിടെയുള്ള ജനങ്ങളെയെല്ലാം കണ്ട് അവരോട് സംസാരിച്ച്, അന്നെന്ന് വെച്ചാൽ ദൂരമാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ നിന്നും 100 കിലോമീറ്റർ മാറുന്നത് തന്നെ നടന്നാണ് പോകേണ്ട ആ സമയത്ത്. ഇന്നത്തെ പോലെയുള്ള വാഹന സൗകര്യങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിമാനങ്ങളുണ്ടായിരുന്നില്ല. പായ്ക്കപ്പലുകളാണ് അന്ന് യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിക്കൊണ്ടാണ് ഈ അധിനിവേശ ശക്തികളെല്ലാം ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. അവരെല്ലാവരും പായ്ക്കപ്പലിലാണ്, സാഹസികമായി തന്നെയാണ് ഈ പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാവരും ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തിയത്. അവർ ഈ പായ്ക്കപ്പലിലൂടെ തന്നെയാണ്. അപ്പോൾ ഇവരുടെയും യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പൽ പിടിക്കുക. കപ്പൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ ചെല്ലണം. ചെന്നൈയിലേക്കാണ് അവർക്ക് യാത്ര ചെയ്യേണ്ടത്. അതിനുവേണ്ടി അങ്ങോട്ട് നടന്നു പോവുക, ഇടയ്ക്ക് ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യും, രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും പള്ളികളിൽ കയറും. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കത്തനാർ അവരെ മൈൻഡ് ചെയ്തില്ല. അവർ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്നത് പോർട്ടുഗീസുകാരോട് താല്പര്യമുള്ള കത്തനാരാണ് ഈ വന്നേക്കുന്നത്. ഞാൻ ഫ്രഞ്ചുകാരോട് താല്പര്യമുള്ള കത്തനാരായതുകൊണ്ട് പോർട്ടുഗീസുകാരുടെ ശത്രുക്കളാണ് എന്നതുകൊണ്ട് ഇവരെ വലിയ താല്പര്യം പ്രകടിപ്പിക്കാണ്ട് അദ്ദേഹം അവഗണിച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ അവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള തമിഴ്നാട്ടിലെ ആ വിശ്വാസികളായിട്ടുള്ള ജനത ഇവരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയും അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറുകയും എല്ലാം ചെയ്ത ഒരു കഥയും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തിൽ മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇവർ പോയപ്പോൾ ഇവരെ പണം കൊടുത്ത് സഹായിച്ചത്. അന്നുണ്ടായിരുന്നൊരു രൂപയുടെ ഒരു മൂല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൂത്തുക്കുടി അതീവ സമ്പന്നമായിട്ടുള്ളൊരു പട്ടണം തന്നെയായിരുന്നു ആ കാലത്ത്. ഇന്ത്യയിലെ സമ്പന്ന പട്ടണങ്ങളിലൊന്നാണ് തൂത്തുക്കുടി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇവരെ സഹായിച്ചു. ഇവർക്ക് പൈസ കൊടുത്തു. അന്ന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാഹൻ, അതായത് അവർക്ക് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വരാഹൻ സമ്മാനമായിട്ട് കൊടുത്തെന്ന് പറയുന്നത്. 15 വരാഹൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു നാണയത്തിൻ്റെ വില ഇന്നത്തെ 3 രൂപ 50 പൈസ വിലയുള്ള നാണയം എന്നാണ് പറയുന്നത്, വരാഹനെ കുറിച്ച് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള നാണയങ്ങളുള്ളൊരു സമയമാണ്. കാരണം ഓരോ അധിനിവേശ ശക്തികൾ വരുമ്പോഴും അവരുടെ പ്രചാരണം എല്ലാം നടക്കുന്ന ആ കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള യാത്ര കാരക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ കാരക്കൽ ശക്തമായിട്ടുള്ള യുദ്ധമാണ് ഇംഗ്ലീഷുകാരുമായിട്ട്, അതായത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടക്കാണ് ഇവർ കാരക്കൽ എത്തുന്നത്. അവിടെ അവർക്ക് തങ്ങാനായിട്ടുള്ള സൗകര്യം പോലും അവിടുത്തെ പാതിരി കൊടുക്കാതെ, കത്തനാർ കൊടുക്കാതെ ഇവരെ ഏതൊരു വഴിയമ്പലത്തെ കൊണ്ട് തള്ളിയിട്ട എല്ലാം ഈ അധ്യായങ്ങളിലൂടെ പറയുന്നുണ്ട്. അവർ ഈ യുദ്ധം തീർന്നാൽ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ആ യുദ്ധം തീരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയും അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയും
അവസാനം ഇവർ ചെന്നൈ തുറമുഖത്താണ് ഇവരെത്തുന്നത്. ചെന്നൈയിൽ നിന്നാണ് ഇവർക്കുള്ള പായ്വഞ്ചി കയറി ഇവർക്ക് യൂറോപ്പിലേക്ക് സഞ്ചരിക്കേണ്ടത്. ഒരു പോർട്ടുഗീസ് കപ്പലാണ് ഇവർ അന്ന് കണ്ടുവച്ചത്. കാരണം അന്ന് കപ്പൽ സർവീസുകൾ അങ്ങനെ ഒരു ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു യാത്ര ഒന്നും തുടങ്ങിയ ഒരു കാലമായിരുന്നില്ല. നമുക്ക് ആലോചിക്കാം, ഇന്നുള്ള അന്ന് ആ കാലഘട്ടങ്ങളിൽ പറവൂർ പോലെയുള്ള ഈ പറയുന്ന കൊടുങ്ങല്ലൂർ പോലെയുള്ള ഈ പാല പോലെയുള്ള ഈ സ്ഥലങ്ങളുടെ അവസ്ഥ 200 കൊല്ലം മുമ്പ് എന്തായിരിക്കും? സ്വന്തമായിട്ട് അവിടെ നിൽക്കുന്ന ആ സ്ഥലത്തിന് പുറത്ത് ഒരു രാജ്യമുണ്ടെന്ന് പോലും ചിന്തിക്കാത്ത ഒരു ജനതയിൽ നിന്നാണ് ഈ 2 പേര് ഈ സാഹസിക സഞ്ചാരത്തിലേക്ക് കടന്നത്. അവർക്കറിയില്ല യൂറോപ്പിലേക്കാണ് പോകേണ്ടത്. യൂറോപ്പിൻ്റെ ദിശ മാത്രമേ അവർക്കറിയുള്ളൂ. ഇത്ര ഡിഗ്രി കടന്നു വേണം ഈ സഞ്ചാരം നടത്തുവാനായിട്ട്. ഇന്ന ദിക്കിലൂടെ പോയാൽ ചെന്നൈ പട്ടണത്തിലേക്ക് എത്താം, അത് നടന്നു തന്നെ പോകണം. തമിഴ്നാട്ടിലൂടെ ഗ്രാമങ്ങളിലൂടെ നടന്നു പോകുന്ന ചില അവസ്ഥകളെക്കുറിച്ച് പോലും അവർ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതായത് കാലിൽ ചെരുപ്പില്ല, അവർ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ചുട്ടുപഴുക്കുന്ന വെയിലിലൂടെ, ഒരു തണൽ പോലുമില്ലാത്ത പാടത്തിൻ്റെ വരമ്പുകളിലൂടെ, അതുപോലെ തന്നെ ചുട്ടുപഴുത്ത മണലിലൂടെ നഗ്നപാതരായിട്ട് ഇവർ നടക്കുമ്പോൾ, അതായത് അവിടെ ഉള്ള ഈ തമിഴ്നാട്ടിലുള്ള ചില കുറ്റിച്ചെടികളുണ്ട്, മുള്ളുകളുള്ള കുറ്റിച്ചെടി. ഈ കുറ്റിച്ചെടിയുടെ മുള്ളുകൾ കാലിൽ കൊണ്ട് രക്തം ഒഴുകിയെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും യാത്ര തടസ്സപ്പെടാതെ ഈ സഞ്ചാരികൾ മുന്നോട്ട് തന്നെയാണ് അവരുടെ യാത്ര മുന്നോട്ട് നടത്തിയത്. യുദ്ധക്കെടുതികളിലൂടെ യാത്ര നടത്തുന്നു. യുദ്ധത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു വിഷമം അവർ കാണുന്നു. ജനങ്ങൾ പലായനം ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നു. അതായത് ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അവരുടെ ഗൃഹ ഉപകരണങ്ങളൊന്നും തന്നെ എടുക്കാതെ അവർ ജീവന് വേണ്ടിയുള്ള പലായനങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇവർ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളാണ് ഇവർക്ക് നേരിടുന്നത്. അതിലൊരു തടസ്സമാണ് കപ്പലിൽ കയറാൻ സാധിക്കാത്തൊരവസ്ഥ. കാരണം അന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൽ എന്ന് പറയുന്നത് സഞ്ചാരങ്ങളില്ലാത്ത സമയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ജനങ്ങൾ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു സമയമായിരുന്നില്ല. അധിനിവേശക്കാർ, അതായത് വെള്ളക്കാർ, ഫ്രഞ്ചുകാരും ഈ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഡച്ചുകാരും പോർട്ടുഗീസുകാരും എല്ലാം രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി, കോട്ടകൾ കെട്ടുന്നതിന് വേണ്ടി, കൊത്തളങ്ങളിൽ അവർ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആ സഞ്ചാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കപ്പലുകളാണ് അന്നുണ്ടായിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനാണ് പലപ്പോഴും ഈ പത്തേമാരി പോലെയുള്ള ഈ പായ്ക്കപ്പലുകൾ ഉപയോഗിച്ചിരുന്നൊരു സമയവും കൂടിയായിരുന്നു ഈ 1700 കാലഘട്ടം, അതായത് ഈ 17-ാം നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർക്കൊരു ചരക്ക് കപ്പലിൽ ഏതെങ്കിലും ഒരു മൂലയിൽ അവർക്ക് ഇരിക്കുവാനായിട്ടൊരു സ്ഥലം കിട്ടിയാൽ നമ്മുടെ യാത്ര സഫലമാക്കാം എന്ന് പറഞ്ഞാണ് അവർ ഈ കപ്പിത്താനെ സന്ദർശിക്കുന്നത്. പക്ഷേ കപ്പിത്താനോ കപ്പലിൻ്റെ അധികാരികളോ ഇവരെ കപ്പലിൽ കയറ്റുവാനായിട്ട് സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് കപ്പലിൽ കയറുവാനായിട്ട് നിങ്ങൾക്ക് സ്ഥലമില്ല, വേറെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ നടത്തിത്തരാം, പക്ഷേ കപ്പലിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ദിവസങ്ങളോളം ഇവർ പലരെയും കണ്ട് ഇവരോട് യാചിച്ച് ഇവരോട് പറഞ്ഞ് അങ്ങനെ ആണ് ഇവർക്ക് 4 പേർക്കും ഈ കപ്പലിൽ സഞ്ചരിക്കുവാനായിട്ട് അവസരം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 2 പേർക്ക് പ്രാധാന്യമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. മറ്റു 2 പേരെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഈ പറയുന്ന പാറമേക്കാൽ തോമക്കത്തനാരും അതുപോലെ തന്നെ മാൽപ്പനും ആണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഈ 2 കത്തനാരുമാരുമാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. അതിൽ മാൽപ്പ തിരുമേനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും ആശയവിനിമയം വളരെ എളുപ്പമായിരുന്നു. ഭൂരിപക്ഷം അധിനിവേശക്കാർക്കും ഫ്രഞ്ചും ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ അതീവ രസകരമായി തന്നെ ഇതിൽ കൊള്ളിക്കുന്നുണ്ട്. അവരുടെ യാത്രയിൽ കപ്പൽ യാത്രയിൽ ആദ്യം നേരിട്ടൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ ഒരു പ്രശ്നവും അവരുടെ ദേഹത്തിൻ്റെ അസ്വസ്ഥതയുമായിരുന്നു. ആദ്യത്തെ യാത്ര ഈ ചെന്നൈ തുറമുഖത്ത് നിന്ന് നേരിട്ട് യൂറോപ്പിലേക്കല്ല പോകുന്നത്. പായ്വഞ്ചി ഇട്ടിട്ട് നേരെ പായ വിരിച്ച് കാറ്റ് പിടിപ്പിച്ച് നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. ഗോവയിൽ 4-5 ദിവസം താമസിച്ചതിന് ശേഷം ഗോവയിൽ നിന്നുമാണ് ലിസ്ബണിലേക്കുള്ള യാത്ര ഇവർ തിരിക്കുന്നത്. ലിസ്ബണിലേക്ക് പോകുവാനായിട്ട് ഹോപ്പ് മുനമ്പ് ചുറ്റി ആഫ്രിക്ക വഴി വേണം ഇവർക്ക് യൂറോപ്പിലേക്ക് സഞ്ചരിക്കുവാനായിട്ട്. അത് ഇപ്പോഴുള്ള ആ കപ്പൽശാലകളൊന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ആ യാത്രയിൽ ആദ്യം നേരിട്ടത് ഇവർക്ക് 2 പേർക്കും ദേഹം മുഴുവനും വ്രണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മരിച്ചു പോകുമെന്ന് തന്നെയാണ്
അവർ രണ്ടുപേരും കരുതി. അവരുടെ പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വ്രണം അതുപോലെ തന്നെ ദേഹത്ത് നീരും എല്ലാം ഉണ്ടായിരുന്നു. അത് ആഹാരത്തിലൂടെ വന്നതായിരിക്കാം എന്നാണ് പറയുന്നത്. അവിടെ കപ്പലൊരു വൈദ്യരുണ്ട്, ഡോക്ടറുണ്ട്. അദ്ദേഹം ചികിത്സിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ചികിത്സ ഇനി നടക്കില്ല, ഇതിനി മരുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചിലപ്പോൾ കഞ്ഞിയും അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് ആയിരിക്കും, ഇവിടെ വന്നപ്പോൾ ആഹാരം ചേഞ്ച് ആയതുകൊണ്ടായിരിക്കും ഈ വ്രണം പ്രത്യക്ഷ ചൊറി എന്ന് തന്നെ പറയാം. അന്ന് നാട്ടിൽ ചൊറി ധാരാളമായിട്ടുണ്ടായിരുന്നു. അവർ ദേഹത്ത് അവർക്ക് ഈ കപ്പലിൻ്റെ തിണ്ണയിൽ, പലക കൊണ്ടാണല്ലോ കപ്പലുണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ തിണ്ണയിൽ കിടക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ വസ്ത്രം മാറി ധരിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം പഴുത്ത് മരിച്ചു പോകുമെന്ന് പറയുന്നു. ഇവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതല്ല വിശ്വാസികളാണല്ലോ, കത്തനാർമാരാണല്ലോ, ഇവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൂടെ തന്നെ ദിവസങ്ങളോളം ഈ കപ്പൽ കടലിലൂടെ ആടി ഉലഞ്ഞുകൊണ്ട് ഇത് ആഫ്രിക്ക ലക്ഷ്യമാക്കി തന്നെ സഞ്ചരിക്കുകയാണ്. അതായത് ഗുഡ്സ്കോപ്പ് മുനമ്പ്, അതായത് അക്ഷാംശം 35.50 ഡിഗ്രിയിലേക്ക് കപ്പൽ മാറിയപ്പോൾ പെട്ടെന്ന് തന്നെ കാലാവസ്ഥയിൽ വ്യതിയാനം വരികയും അസഹ്യമായിട്ടുള്ള തണുപ്പിലൂടെ തന്നെയാണ് വീണ്ടും യാത്ര മുന്നോട്ട് പോയത്. അതായത് മരിച്ചു പോകുമെന്ന മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. ഈ കാലാവസ്ഥ ചൂടിൽ നിന്നും കൊടും തണുപ്പിലേക്കാണ് സഞ്ചരിക്കുന്നത്, ഐസാകുന്ന തണുപ്പിലേക്ക്. ഈ തണുപ്പത്ത് ഇവരുടെ ദേഹത്തുള്ള വ്രണത്തിൻ്റെ വേദന ഒട്ടും സഹിക്കാൻ പറ്റാതെ ഓരോ മൂലയിലും അവർ ഇരുന്ന് ആണ് പലപ്പോഴും യാത്ര ചെയ്തത് എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു ആഫ്രിക്കയിൽ ചെല്ലുന്നൊരു കാഴ്ച പറയുന്നത്. ആഫ്രിക്ക എത്താറായപ്പോൾ തന്നെ ഇവരുടെ ദേഹത്തുള്ള വ്രണങ്ങളെല്ലാം പതിയെ ഒഴിയുകയും നീർക്കെട്ടലിനെല്ലാം ഒരുപാട് ആശ്വാസം വരികയും ചെയ്തു. അങ്ങനെ ആഫ്രിക്കയിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഈ ആഫ്രിക്ക മഴ പെയ്യുന്നൊരു സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര അസഹ്യമായിട്ടുള്ള ചൂടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ തണുപ്പിൽ നിന്നും നല്ല കൊടും ചൂടിലേക്കാണ് ഈ യാത്ര ആഫ്രിക്കയിൽ അവർ ചെല്ലുന്നത്. ഏകദേശം 10-14 ദിവസത്തോളമാണ് അവർ ആഫ്രിക്കയിൽ കഴിച്ചു കൂട്ടിയത്. അവിടെ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ആ സ്ഥലം, ആ ഒരു പട്ടണം പോർട്ടുഗീസുകാർ കൈയടക്കി അവിടുത്തെ കാപ്പിരികളെല്ലാം തല്ലി ഓടിച്ചുകൊണ്ട് അവിടെ ഒരു പട്ടണം, അവർക്ക് വേണ്ടി ഒരു പട്ടണം സ്ഥാപിച്ചു. അതായത് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവരുടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ കപ്പലുകൾക്ക് തങ്ങുന്നതിനുള്ള ഒരു ഇടം മാത്രമായിട്ടാണ് ആ ആഫ്രിക്കയിലുള്ള ഈ പറയുന്ന പോർട്ടിനെ അവർ കണ്ടത്. അവിടെ അവർക്ക് നേരിട്ടൊരു ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇവരുടെ കയ്യിൽ ആഫ്രിക്കയിൽ ചെലവഴിക്കേണ്ട നാണയം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെയുള്ള ചില നാണയങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയൊന്നും അന്ന് ലോകങ്ങളിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴവർക്കൊരു ഉപായം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ചെന്നൈ പോർട്ടിൽ നിന്നും തദ്ദേശീയരിൽ നിന്നും വാങ്ങിയ ഒരുപാട് പുതപ്പുകളും അതുപോലെ തന്നെയുള്ള വസ്ത്രങ്ങളും എല്ലാം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, മേശവിരികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആഫ്രിക്കയിൽ വിറ്റ് അവിടുത്തെ നാണയം മേടിച്ച് അവിടെ നിന്നും കുറേ സാധനങ്ങൾ വാങ്ങണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഫുഡിന് ഇവർ തന്നെ വെച്ചൊക്കെ കഴിക്കണമല്ലോ കപ്പലിൽ, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവർ പുതപ്പ് വിൽക്കുവാനായിട്ട് പോയപ്പോഴാണ് അടുത്ത നടപടി വന്നത്. കാരണം ഇന്ത്യ ഈ ഭാഗങ്ങളെല്ലാം പോർട്ടുഗീസ് കോളനികളാണ്. ഈ കോളനികളിൽ നിന്നും വാങ്ങിച്ച സാധനങ്ങൾ ഒരിക്കലും പുറത്തുള്ള മറ്റു രാജ്യത്ത് വിൽക്കുവാനായിട്ട് നമ്മൾക്ക് അനുവാദമില്ല. അതുകൊണ്ട് വിൽപ്പന നടക്കില്ല. ഇവർക്ക് ലിസ്ബണിൽ പോയാൽ മാത്രമേ ഈ സാധനങ്ങൾ വിൽപ്പന നടത്തുവാനായിട്ട് പറ്റുകയുള്ളൂ. അതിനുവേണ്ടി അവരവിടെ ഒരു ഏജൻറ്റിനെ കണ്ട് രഹസ്യമായി ഈ സംഭവങ്ങളെല്ലാം അവിടെ വിറ്റ് ആ പൈസയ്ക്ക് 4 കോഴിയും കായ്കനികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും മധുര പലഹാരങ്ങളും എല്ലാം വാങ്ങിയാണ് വീണ്ടും അവർ യാത്ര തുടർന്നത്. ഈ യാത്രയിൽ പറയുന്നുണ്ട്, പുണ്യാളന്മാരുടെ നാടായിട്ടുള്ള ഭയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് കപ്പലെടുക്കുകയും അവിടെ ഒരുപാട് നാൾ കഴിച്ചു കൂട്ടുകയും അവിടെ ഇറങ്ങിയ സഞ്ചാരികൾ കുടിച്ചും മതിച്ചും എല്ലാം അവർ ചെയ്യാത്ത വികൃതികളൊന്നുമില്ല എന്നും ഈ കത്തനാർ സാക്ഷ്യം പറയുന്നുണ്ട്. ഇവർ ഈ ഭയ്യ എന്ന തുറമുഖത്ത് നിന്നും തുറമുഖത്തിനടുത്ത് തന്നെ കടൽ കൊള്ളക്കാരുള്ളൊരു സ്ഥലമുണ്ടെന്നും അവിടെ ഒരു വ്യാജ പോർട്ട് നിർമ്മിച്ച് ഈ തുറമുഖമാണെന്ന് കരുതി ചിലർ അവിടെ അടുക്കുകയും അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ട് കൊള്ളയടിക്കുന്ന രീതിയെല്ലാം ഈ ഭയ്യ തുറമുഖത്തിനടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതുമെല്ലാം ഈ യാത്രയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ സഞ്ചാരം
നേരെ ലിസ്ബണിലേക്ക് വരികയും ലിസ്ബണിൽ നിന്ന് അവർ കാൽനടയായി അവർ യാത്ര തുടരുകയും ലിസ്ബണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു കപ്പലിൽ താമസിക്കുന്ന ഒരവസ്ഥയും ലിസ്ബണിൽ കാഴ്ചകളും അവിടെയുള്ള അനുഭവങ്ങളും എല്ലാം ഇവർ ഈ കൃതിയിൽ അവർ വിവരിക്കുന്നുണ്ട്. അവിടെ നിന്നും അവർക്ക് കാൽനടയായി വേണം ഈ പറയുന്ന വത്തിക്കാനിലേക്ക് എത്തുവാനായിട്ട്. അങ്ങനെ അവിടെ നിന്നും അടുത്ത യാത്ര അവർ വത്തിക്കാനിലേക്കാണ് സഞ്ചരിക്കുന്നത്. വത്തിക്കാനിൽ ചെല്ലുകയും പോപ്പിന് അപേക്ഷ കൊടുക്കുകയും ഇവരുടെ കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിൽ ഒരാളെ മെത്രാപ്പോലീത്തയായിട്ട് വാഴിക്കുകയും തിരിച്ചു വിടുകയും ചെയ്ത് സന്തോഷപൂർവ്വം ഒരു തിരികെ യാത്ര തുടരുകയും ആ യാത്ര തിരിച്ച് കേരളത്തിൽ എത്തുകയും ചെയ്ത ആ ഒരു സാഹസികമായിട്ടുള്ള യാത്രാവിവരണമാണ് ഈ പറയുന്ന വർത്തമാന പുസ്തകത്തിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സാഹിത്യത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അതൊരു ചരിത്ര പുസ്തകവും കൂടിയാണ്. മലയാളത്തിലുള്ള ക്രൈസ്തവരുടെ വരവും അതുപോലെ തന്നെ അവരുടെ വളർച്ചയും അവരുടെ തർക്കങ്ങളും എല്ലാം ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നുണ്ട്. ആ കാലത്തിലുള്ള കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചില അവസ്ഥകളും യൂറോപ്യന്മാരുടെ അധിനിവേശവും എല്ലാം ഈ പുസ്തകത്തിലൂടെ തന്നെ ഗ്രന്ഥകർത്താവ് വിവരിക്കുന്നുണ്ട്. അതേപോലെ 8 വർഷം കൊണ്ടാണ് അവർ ഈ യാത്ര പൂർത്തിയാക്കി തിരിച്ച് ഇവിടെ എത്തുന്നത്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇടയ്ക്കവർ പറയുന്നുണ്ട്, തിരിച്ച് ലിസ്ബണിൽ നിന്നും കപ്പൽ കയറി ഇതേപോലെ ബയ്യാ തുറമുഖത്ത് എത്തിയപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു തിരികെയുള്ള യാത്രയിൽ. ഈ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കപ്പലിൻ്റെ പായ അഴിച്ച് ചുരുക്കി കെട്ടുന്നതിന് വേണ്ടി ഒരു തൊഴിലാളി ഈ പാമരത്തിൻ്റെ മുകളിലേക്ക് പിടച്ചു കയറുകയും ആ ചുഴലിക്കാറ്റിൽ അവനെ കറക്കി താഴേക്കിട്ടുകൊണ്ട് താഴെ കിടന്ന ഒരു തൊഴിലാളിയുടെ ദേഹത്ത് തട്ടി ഈ 2 തൊഴിലാളികളും കടലിലേക്ക് വീണിട്ട് അവരെ പിന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ പോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളോ ഒന്നും അന്നില്ലല്ലോ. അവരെ കടലിൽ പോയി, അവർ മരിച്ചുപോയി, അവരുടെ ബോഡി കിട്ടിയില്ല, അവരങ്ങ് മറന്നു. ഈ കപ്പൽ മുന്നോട്ട് യാത്ര, അതായിരുന്നു ആ കാലഘട്ടം. അതായത് ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്വവും ആ സമയത്തുണ്ടായിരുന്നില്ല. ഒരാൾ ആ കപ്പലിൽ കിടന്ന് അസുഖം ബാധിച്ച് മരിച്ചാൽ ആ ബോഡി എടുത്ത് കടലിലേക്ക് അങ്ങ് ഇടുന്നു, അയാൾ പോയി, മരിച്ചുപോയി. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ കപ്പൽ ജീവനക്കാരൻ മരിച്ചു, അവർ കടലിലേക്ക് പോയി. കപ്പൽ കൊടുങ്കാറ്റ് ശമിച്ചതിന് ശേഷം വീണ്ടും പായ വിരിച്ചുകൊണ്ട് പോകുന്ന ആ കാഴ്ചയെല്ലാം ഇതിൽ വിവരിക്കുമ്പോൾ അത് എല്ലാം ചെറിയ വേദനയോടുകൂടി തന്നെ നമ്മൾക്ക് വായിച്ച് തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തിരികെ അവർ ഈ നാട്ടിൽ എത്തിയ വിശേഷം വരെയാണ് ഈ വർത്തമാന പുസ്തകത്തിലൂടെ വിവരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത്, ഇന്നും ഇത് വാങ്ങിക്കുവാനായിട്ട് DC ബുക്സ് ഇത് ഇറക്കുന്നുണ്ട്. DC ബുക്സിൽ ഇത് വാങ്ങുവാനായിട്ട് കിട്ടും. ഇത് 1994 ഇതിൻ്റെ കോപ്പി ആദ്യം ഇറങ്ങുന്നത്. ആ പുസ്തകമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകം ആണ് ഈ വർത്തമാന പുസ്തകം. ഇത് ഒരിക്കലും ഈ വായന ഒരു പാഴ്വായന ആയിരിക്കില്ല. അത്രയും നമ്മൾക്ക് ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൻ്റെ വിവരണവും കൂടി ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ വർത്തമാന പുസ്തകത്തിൻ്റെ ഈ പരിചയപ്പെടുത്തൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും പുതിയൊരു പുസ്തകവുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം.